ഇന്ന് ജൂലൈ 23 ഇന്നേ ദിവസം OTT റിലീസ് ചെയ്ത ഇനി OTT റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ഉൾപ്പെടെ 9 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ അറിയിച്ചതുപോലെ കിൽ എന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കില്ലിന്റെ ഹിന്ദി പതിപ്പാണ് നിലവിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ഇന്ത്യയിലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ മാസം മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഗ്രാൻഡ്മ എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് തമിഴ് ഭാഷയിൽ മാത്രം തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമ കൂടിയാണ് ഗ്രാൻഡ്മ. ഇന്ന് OTT റിലീസ് ചെയ്ത മറ്റൊരു തമിഴ് സിനിമ കാഴ് എന്ന സിനിമയാണ്. ചിത്രം തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമാണ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തേത് ഇന്ന് OTT റിലീസ് ചെയ്ത ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് ബുക്ക് മൈ ഷോയിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ ബുക്ക് മൈ ഷോയിലെ റെന്റ് ഓപ്ഷനിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. നേരത്തെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് ഏറ്റവും പുതിയ വിദേശ സിനിമയാണല്ലോ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. ഇപ്പോഴത്തെ ചിത്രം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഇന്ത്യൻ ഭാഷകളിൽ കൂടി OTT റിലീസിനൊരുങ്ങുകയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി അടുത്തയാഴ്ച ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ് എന്നാണ് ഒഫീഷ്യലായിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ആറാമത്തേത് എമിലി ഇൻ പാരീസ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 15-ാം തീയതി സീരീസിന്റെ ആദ്യ ഭാഗം നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാം ഭാഗം സെപ്റ്റംബറിലായിരിക്കും OTT റിലീസ് ചെയ്യുക. HBO മാക്സിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഡോക്യുമെന്ററി സീരീസ് ആണ് എലിസബത്ത് ടൈലറിൻ്റെത്. അടുത്തയാഴ്ച ഓഗസ്റ്റ് 3-ന് എലിസബത്ത് ടൈലർ ദി ലോസ്റ്റ് ടൈപ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നതാണ്. അങ്ങനെ കാത്തിരുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒരു OTT പ്ലാറ്റ്ഫോം ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ഉർവശി, പാർവതി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ സിംപ്ലി സൗത്തിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഓഗസ്റ്റ് മാസം സിനിമ ലഭ്യമാകും. സിംപ്ലി സൗത്തിനെ കൂടാതെ ഒരു മുൻനിര OTT പ്ലാറ്റ്ഫോം കൂടി സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആരാണ് എന്നും അടുത്ത ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഓഗസ്റ്റ് മാസം OTT റിലീസ് ചെയ്യുന്ന ഉള്ളൊഴുക്കിന്റെ OTT റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.